ഇന്നലെ ഒരു ശ്രദ്ധേയമായ കാര്യമുണ്ടായി നിയമസഭയിൽ. കേന്ദ്ര ബജറ്റ് കേരളത്തോട് കാണിക്കുന്ന കടുത്ത അവഗണനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിന്റെ പൊതുവികാരം ഒറ്റക്കെട്ടായി അറിയിക്കാൻ വേണ്ടിയായിരുന്നു ഒരു പ്രമേയം കൊണ്ടുവന്നത്. എല്ലാവരും ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും ഒരേ സ്വരത്തിൽ ഭരണപക്ഷ പ്രതിപക്ഷ ഭേദമന്യേ ആ പ്രമേയം ചർച്ച ചെയ്ത് പാസാക്കുമെന്നായിരുന്നു. നിർഭാഗ്യവശാൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഒരാൾ പോലും ചർച്ചകൾ പങ്കെടുക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ അവരെല്ലാം കാലിയാക്കി. വാക്കൗട്ട് വേണമായിരുന്നെങ്കിൽ ഇത് കഴിഞ്ഞു പോകാമായിരുന്നു, അതൊക്കെ പോയിട്ട് മടങ്ങി വരാമായിരുന്നു. ഇത് രാഷ്ട്രീയമുണ്ട് ഇതിനകത്ത്. കേന്ദ്ര ബജറ്റിന്റെ ഉള്ളടക്കം എല്ലാവർക്കും അറിയാം. ആ ബജറ്റിൽ കടുത്ത അവഗണന ഉണ്ടായി. കേരളത്തിൽ ഉറപ്പിക്കാനാകാത്ത അവഗണനയാണ്. കേരളമെന്ന വാക്ക് പോലും കണ്ടില്ല അപ്പോൾ ആ ബജറ്റിനകത്ത്. ഏറെക്കാലമായിട്ട് കേരളം കാത്തുകൊണ്ട് ഒന്നും അതിൽ സ്ഥാനം പിടിച്ചില്ല. ഒന്നും പൊതു രാഷ്ട്രീയം ഒന്നും ഞാൻ പറയുന്നില്ല. സാമ്പത്തികമായിട്ടും നയപരമായിട്ടും ആ ബജറ്റ് അദാനി അംബാനി ബജറ്റാണ്. യുവശക്തി എന്ന കള്ളപ്പേർ വിളിച്ച ആ ബജറ്റ് യുവാക്കളെ കബളിപ്പിച്ച ബജറ്റാണ്. തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരവും ബജറ്റ് പറയുന്നില്ല. അതിൻ്റെ പൊതു അവസ്ഥയാണ്. പക്ഷെ കേരളം ഇന്ത്യയുടെ ഭാഗമാണ് എന്നറിയാൻ പോലും ആ ബജറ്റ് കൂട്ടാക്കിയില്ല. അപ്രകാരം ഏറ്റവും നീചമായി കേരളത്തെ ഒറ്റപ്പെടുത്തിയ മറന്നുകളഞ്ഞ ആ ബജറ്റിനെ പറ്റി ഒരു വാക്ക് പറയാൻ എന്തുകൊണ്ട് UDF തയ്യാറാകുന്നില്ല? അത് പറയേണ്ട ഏറ്റവും ഉചിതമായ വേദി അതാണ് നിയമസഭയല്ലെങ്കിൽ. ആ സഭാവേദിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ പൊതുവികാരം ഒന്നാണെന്ന് അറിയിക്കാൻ കിട്ടിയ ഏറ്റവും നല്ല അവസരത്തെ UDF ദുരുപയോഗം ചെയ്തത്, അല്ലെങ്കിൽ അത് അവഗണിച്ചത്, വെട്ടിക്കളഞ്ഞത് യാദൃച്ഛികമായിട്ടില്ല. UDFന് BJPയെ പറ്റി പറയാൻ ഇഷ്ടമില്ല. കോൺഗ്രസിന് BJPയുമായുള്ള ബന്ധത്തിന്റെ പ്രത്യേക അവസ്ഥയുണ്ട് കേരളത്തിൽ. അതുകൊണ്ട് BJPയെ പിണക്കുന്ന, അവർക്ക് നിരക്കാത്ത, ദഹിക്കാത്ത, ഒന്നും പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഇടതുപക്ഷ വിരോധം കേരളത്തിലെ കോൺഗ്രസിൽ എത്തിച്ചിരിക്കുകയാണ്. അതാണ് അവിടെ കണ്ടത്. ഇതിനോട് താരതമ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രംപിനോട് മോദി കാണിക്കുന്ന ആ വിധേയത്വമാണ്. ട്രംപിനെ പറ്റി പറയാൻ മോദിക്ക് ഭയമാണ്. ട്രംപ് ഇന്ത്യയെ പറ്റി എന്തും പറയാം എന്ന അവസ്ഥയിലായിരിക്കുന്നു. കരാറുകൾ പ്രഖ്യാപിക്കുന്നത് ട്രംപിന്റെ എക്സിലാണ്. ഇതൊരു ഗതികേടാണത്. ഇന്ത്യയെ ബാധിക്കുന്ന ഗൗരവമേറിയ പലതും ഉൾക്കൊള്ളുന്ന ഒരു നയം, ഇന്ത്യ US ബന്ധങ്ങളിലെ നിർണായകമായ ഒന്ന്, അതേപ്പറ്റി US പ്രസിഡന്റ് പറഞ്ഞത് എക്സിലാണ്. അവിടെയാണോ പറയേണ്ടത്? എന്തുകൊണ്ട് ഇന്ത്യ US സംയുക്ത പ്രസ്താവന ഉണ്ടായില്ല? എന്തുകൊണ്ട് ഇന്ത്യയുടെയും US-ന്റെയും നിലപാടുകൾ ഔദ്യോഗികമായിട്ട് പറയാൻ വേണ്ടി പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും അവകാശമുണ്ട്? ഒരുമിച്ച് പറയാൻ കഴിഞ്ഞില്ല. എന്താണ് ആ കരാർ? എന്താ അതിന്റെ കണ്ടന്റ്? എന്താണ്? ഇന്ത്യൻ കൃഷിയെ നിങ്ങളെ ബാധിക്കൂ? ചോദ്യങ്ങളുടെ പരമ്പരയുണ്ട്. എക്സിലൊന്നും മറുപടിയില്ല. സ്വന്തം നാടിന്റെ പരമാധികാരത്തെ ഇതുപോലെ മറ്റൊരു രാജ്യം നാണം കെട്ട തരത്തിൽ അവഹേളിക്കുമ്പോൾ അതേപ്പറ്റി മിണ്ടാൻ നാക്കില്ലാത്ത ഒരാളായി മാറുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രി കാണിക്കുന്ന അതേ വിധേയത്വമുണ്ട് കേരളത്തിലെ UDFന് BJPയോട്. ട്രംപിനോട് മോദിക്ക് വിധേയത്വം, BJPയോട് ഇവിടെ കോൺഗ്രസ് വിധേയത്വം. അതാണ് കാണുന്നത്. ഇതെല്ലാം
ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ ജനങ്ങൾ ഇവയെ ഉൾക്കൊള്ളാൻ പോകുന്നില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും LDF പറയുകയാണ്, ഈ നീചമായ നീക്കത്തെ ചെറുക്കാനുള്ള സമരത്തിൽ ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. ആ ജനങ്ങളെ വിശ്വാസത്തിനെടുത്ത് അവരെ മാനിച്ചുകൊണ്ട് LDF മുന്നോട്ട് പോകുന്നുണ്ട്. ഉറപ്പായിട്ടും ഞങ്ങൾക്കറിയാം, വരാൻ പോകുന്ന ഇലക്ഷനിൽ LDF വിജയം ഇളകുന്ന ഒന്നായിരിക്കും, ക്ഷേത്രപരമായിരിക്കും. അത് യാതൊരു സങ്കോചവും കൂടെ പറയാൻ കഴിയും. മൂന്നാം ഊഴം LDFനായിരിക്കും. അതിൻ്റെ സ്പന്ദനങ്ങൾ എല്ലായിടത്തും കാണാം. ഇതെനിക്ക് പറയാനുണ്ട്.